നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുന്നിൻ മുകളിൽ നിന്നും മണ്ണ് ലോഡുമായി താഴേക്കിറങ്ങുകയായിരുന്ന ടോറസ് ലോറി തല കീഴായി മറിഞ്ഞ അപകടം. ചാലിശ്ശേരി പഞ്ചായത്തിലെ നരിമടക്കുന്നിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. നാഷണൽ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് കൊണ്ടുപോകുകയായിരുന്ന സ്വകാര്യ കമ്പനിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നിൻ മുകളിൽ നിന്നും കുത്തനെ താഴ്ചയിലുള്ള റോഡിലൂടെ മണ്ണ് ലോഡുമായി ഇറങ്ങുന്നതിനിടെ ലോറിയുടെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. തുടർന്ന് ലോറി മറിഞ്ഞു. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലാവന്തോൾ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 53 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. മുഹമ്മദ് മോസിദ് MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതിനു ശേഷമാണ് പാലം തുറന്നു നൽകിയത്. കൊപ്പം, പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലം അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ജനുവരി 10 മുതലാണ് പാലം അടച്ചിട്ടത്. 1 മാസമെങ്കിലും പാലം അടയ്ക്കേണ്ടി വരുമെന്നാണ് പൊതുമരാമത്ത് പാലം വിഭാഗം അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിലെ യാത്രാ ദുരന്തം കണക്കിലെടുത്താണ് പ്രവർത്തികൾ വേഗത്തിലാക്കി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുലാമന്തോൾ പാലം അതിന്റെ എക്സ്പാൻഷൻ ജോയിന്റുകളിൽ പ്രശ്നമുണ്ടായത് കാരണം വലിയ ബുദ്ധിമുട്ടായിരുന്നു യാത്രക്കാർക്ക്. അതോടൊപ്പം തന്നെ മേൽ റീടാറിങ് ഇളകി ആകെ വലിയ പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ യാത്രാ ദുരിതം കാരണം ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഫണ്ടും വെച്ചു. എന്നാൽ 4 തവണയും അത് ടെൻഡർ വിളിച്ചിട്ട് ആരും എടുക്കാത്തൊരു സാഹചര്യത്തിൽ വളരെ ഡിലേ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഉണ്ടായെങ്കിലും വളരെ PWD ബ്രിഡ്ജ് വിഭാഗം ആണ് ഇപ്പോൾ സംസാരിച്ചത്. വളരെ നല്ല പ്രവർത്തനങ്ങളാണ് അവിടുന്ന് ബ്രിഡ്ജ് വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോൺട്രാക്ടർ എടുത്തതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ വർക്ക് നേരത്തെ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സാന്നിധ്യത്തിൽ വിളയൂർ പഞ്ചായത്തിൽ നമ്മൾ യോഗം കൂടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയത്. ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയി. ഏതാണ്ട് 1 മാസം അടച്ചിടേണ്ടി വരും എന്ന് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റുകളുടെ കോൺക്രീറ്റിങ്, മൈക്രോ കോൺക്രീറ്റിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് സമയം ക്യൂറിങ്ങിന് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് നോക്കി അതിനനുസരിച്ചുള്ള ഒരു കാലമാണ് എടുക്കുക എന്ന് പറഞ്ഞത്. പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകളുടെ തകർച്ച പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികളാണ് നടത്തിയത്. 53 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു പ്രവർത്തികൾ. എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന 9 സ്ഥലങ്ങൾ പൊളിച്ച് പുതിയത് സ്ഥാപിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വിളയൂർ, പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ശീതീകരിച്ച പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിക്കുന്നതിനായി എടുത്ത സ്ഥലത്ത് നിന്ന് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നു എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. പരിസ്ഥിതി ലോല പ്രദേശത്ത് കുന്നിടിച്ച് മണ്ണ് കടത്തിയതായും ആരോപണം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ മണലാടി പാറപ്പൂടം പ്രദേശത്താണ് സംഭവം. സ്വകാര്യ വ്യക്തിയിൽ നിന്നും സ്ഥലമെടുത്ത സംഭവത്തിൽ വലിയ സാമ്പത്തിക അഴിമതി നടത്തിയിട്ടുണ്ടെന്നും ഇതിനെല്ലാം പിന്നിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തുമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പ്രകൃതിയെ ചൂഷണം ചെയ്ത് മണ്ണ് കടത്തി അഴിമതി നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പദ്ധതിയിൽ നിന്നും ഭരണകൂടം പിന്മാറണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടിയിലേക്ക് പോകുമെന്നും കോൺഗ്രസ് നേതാക്കളായ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റ് ചാർജ് വഹിക്കുന്ന NS വർഗീസ്, ബൂത്ത് പ്രസിഡന്റ് KV വിശ്വംഭരൻ, മറ്റു നേതാക്കളായ TC രാമകൃഷ്ണൻ, ഗണേഷ് ആറ്റൂർ, രമേശ് പാറപ്പുറം, രവീന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു. മഞ്ഞനിക്കര ദയാറയിൽ കബറടങ്ങിയിരിക്കുന്ന ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെ 92ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി 13ാമത് കാൽനട തീർത്ഥയാത്രയ്ക്ക് വരവൂർ ഹൈസ്കൂൾ പരിസരത്ത് സ്വീകരണം നൽകി. കണ്ണൂർ കേളകം സെന്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് ജനുവരി 29 ആരംഭിച്ച 13ാമത് കാൽനട തീർത്ഥയാത്രയ്ക്കാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലും വെള്ളിയാഴ്ച രാത്രി വരവൂർ ഹൈസ്കൂൾ പരിസരത്തും സ്വീകരണം നൽകിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകാംഗങ്ങളായ രാജു മേക്കാട്ടുകുളം, ജേക്കബ് കൊള്ളന്നൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അലങ്കരിച്ച രഥത്തിൽ ഹാരാർപ്പണം നടത്തി. യാത്രാ കൺവീനർ പാപ്പച്ചൻ നാരുവേലിൽ പൊന്നാടയണിയിച്ചു. 480 കിലോമീറ്റർ ദൂരമുള്ള കാൽനടയാത്ര കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ല പിന്നിട്ട് തൃശൂർ ജില്ലാ അതിർത്തിയായ വരവൂരിൽ എത്തിയത്. സ്വീകരണത്തിൽ ജിനീഷ് വലിയപറമ്പിൽ, സുനിൽ പറക്കണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ
8943351400. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8943351400, 8943351426. നമ്പറുകൾ ഒരിക്കൽ കൂടി 8943351400, 8943351426. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. സ്നേഹസൗഹൃദങ്ങളുടെ ആഘോഷ കാഴ്ചയൊരുക്കുന്ന കറുകപ്പുത്തൂർ ആണ്ട് നേർച്ച നാളെ ആഘോഷിക്കും. കറുകപ്പുത്തൂർ സയ്യിദ് കുഞ്ഞുസീദി കോയത്തങ്ങൾ ജിലാനി മഹാൻ 125ാമത് ആണ്ട് നേർച്ചയ്ക്കാണ് നാളെ തുടക്കമാവുന്നത്. രാവിലെ 6 മുതൽ ഖുർആൻ പാരായണത്തിന് തുടക്കമാകും. വൈകിട്ട് 3:30 ഓടംപുള്ളി തറവാട്ടിൽ നിന്നും കൊടിവാങ്ങൽ ചടങ്ങ് നടക്കും. തുടർന്ന് 4 മണിക്ക് ജീലാനി തങ്ങൾ കറുകപ്പുത്തൂരിന്റെ നേതൃത്വത്തിൽ ജാറത്തിൽ കൂട്ടപ്രാർത്ഥനയുണ്ടാകും. ശേഷം 4:30 ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറും. രാത്രി 12 മുതൽ നാട്ടുകാഴ്ച വരവും ഉണ്ടാകും. വിളയൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെയും PTMYHSS NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുന്നു. വീടിന്റെ താക്കോൽ കൈമാറ്റം മുഹമ്മദ് മുസിൻ MLA നിർവഹിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെയും PTMYHSS NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുന്നു. വീടിന്റെ താക്കോൽ കൈമാറ്റം മുഹമ്മദ് മുസിൻ MLA നിർവഹിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെയും എടപ്പലം PTMYHSS NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് 15ാം വാർഡിൽ സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ കൈമാറ്റം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഏറ്റവും നല്ലൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എടപ്പലം സ്കൂളിലെ NSS വളണ്ടിയർമാർ പ്രവർത്തിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതിയിൽ ലഭ്യമായ വീട് വളരെ ചെറിയ തുക മാത്രമാണ് ഉള്ളത്. എന്നാൽ മനോഹരമായി എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു വീടാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും NSSന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ NSS വളണ്ടിയർ ആയിരുന്നു എന്ന്, ഞാനും ഒരു NSS വളണ്ടിയർ ആയിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി എപ്പോഴും വിളിച്ചു പറയാവുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നുകൂടിയാണ് നിങ്ങൾ ചെയ്ത ഈ നല്ലൊരു പ്രവർത്തനം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിളയൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത, അല്ലെങ്കിൽ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും IFS ഓഫീസറുമായ മുഹമ്മദ് ഷബാബിനെ മുഹമ്മദ് മുഹസിൻ MLA പൊന്നാടി അണിയിച്ച് ആദരിച്ചു. മികച്ച രീതിയിൽ സമയബന്ധിതമായി വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ബിൽഡേഴ്സ് ഡയറക്ടർമാരായ ബെന്നി KR, സാജൻ K, വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച NSS കോർഡിനേറ്റർ നാസർ മാസ്റ്റർ തുടങ്ങിയവരെ മൊമെന്റോ നൽകി ആദരിച്ചു. 15ാം വാർഡ് മെമ്പർ മുജിബ് കരുവാങ്കുഴി, വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ KP, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ പുന്നശ്ശേരി, സാജിദ K, ആമിന SP, മുബഷിറ സാബിർ, നീലയുടെ സുധാകരൻ, PTMYHSSലെ പൂർവ്വ വിദ്യാർത്ഥിയും പാലക്കാട് ജില്ലാ വൈൽഡ് ലൈഫ് കൺസർവേറ്ററി ഓഫീസറുമായ മുഹമ്മദ് ഷബാബ്, IFC PTMYHSS കറസ്പോണ്ടന്റ് മാനേജർ ഡോക്ടർ മുസ്തഫ തോട്ടുങ്ങൽ, NSS ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ രാജേഷ്, ജില്ലാ വാർഡ് കോർഡിനേറ്റർ പ്രവീൺ ശശിധരൻ, പട്ടാമ്പി ക്ലസ്റ്റർ കോർഡിനേറ്റർ ജയപ്രകാശ്, PTA പ്രസിഡന്റ് ശശി T, പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആലൂർ സ്വദേശിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടിത്തറ വളപ്പിൽ 41 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഭാര്യ വീട്ടിലെത്തിയപ്പോൾ രാജേഷിനെ കാണാനില്ലാതായിരുന്നു. ഇയാളുടെ ബൈക്ക് വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന നിലയിലും ചെരുപ്പ് മറ്റൊരു ഭാഗത്തു നിന്നും കണ്ടെത്തി. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിനടുത്തുള്ള കിണറിൽ ഇയാൾ വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തൃത്താല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇതോടെ നളിയർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.